ആരാണ് യേശു എന്ന് വെച്ചാൽ ഇന്നലെകളിലെ യേശു. അമ്മ മറിയത്തിൻ്റെ ഉദരത്തിൽ കൂടെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിച്ചു വീണ കാലിത്തൊടുത്തിലോ അല്ലെങ്കിൽ കല്ലടാവിലോ വടിയമ്പലത്തിലോ പശുത്തൊട്ടിലോ എവിടെയെങ്കിലുമായിട്ട് ജനിച്ചു വീണ യേശു 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് അതിനെ 3 തിരിച്ച് 12, 18, 3.5 വർഷം കൊണ്ട് 35-ലേറെ അത്ഭുതങ്ങൾ 6 സ്ഥലങ്ങളിൽ, വീട്ടിൽ, ശവക്കോട്ടയിൽ, പള്ളിയിൽ, കടലിൽ, കരയിൽ, വഴിയിൽ 6 സ്ഥലങ്ങളിൽ ചെയ്ത് കണ്ണിൽ കണ്ടവരെയും കൺമുൻപിൽ പെട്ടവരെയും പ്രതിഫലിച്ചുകൂടാതെ ദാനമായി ദാനധർമ്മങ്ങൾ നൽകിയിട്ടും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഗെത്സമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് 6 കോടതികളിൽ എങ്കിലും മിനിമം തിരിച്ചും മറിച്ചും തിരിച്ചും വിസ്തരിക്കപ്പെട്ടിട്ടും യേശു ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ കാൽവറി വരെ, അർത്ഥാൽ ഗബ്ബത്ത മുതൽ ഗോൽഗോഥ വരെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീണും എഴുന്നേറ്റും ലോകം തുപ്പിമർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവറി കുന്നിലേക്ക് നടത്തി നട്ടുച്ച സമയത്ത് കുടിവെള്ളം പോലും കൊടുക്കാതെ കട്ടിലിലോ മറ്റൊരു മടിയിലോ മരിക്കുവാൻ പോലും അനുവാദമില്ലാതെ സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ച പോരാ, മറ്റൊരുവൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത അവിടം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഈ പങ്കപ്പാടിന് ഞങ്ങളിവിടെ വരത്തില്ലായിരുന്നു, ഞങ്ങൾ ഈ പ്രസംഗം ഇവിടെ സംഘടിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അല്ല യേശുവിൻ്റെ മഹത്വം കിടക്കുന്നത്. അത് ഇന്നലെകളിലെ യേശുവാണ്. കാലിത്തൊടുത്തിൽ ആരംഭിച്ച കല്ലറയിൽ അടങ്ങിയ യേശു ഇന്നലെകളിലെ യേശുവാണ്, ഭൂതകാലത്തെ യേശുവാണ്. എന്നാൽ ഇന്ന് അവൻ യേശു മാത്രമല്ല. സാഹിത്യകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാര പ്രതീകമായ മുദ്രയെയും കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെയും കണക്കിന് ഭേദിച്ച് തോൽപ്പിച്ചുകൊണ്ട് മതങ്ങൾ കെട്ടിപ്പൊക്കിയ മഹാവൃക്ഷത്തിൻ്റെ കടയ്ക്ക് കോടാലി വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇതപര്യന്തമായി ഒരുവൻ മാത്രം ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഉയർത്ത സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാളുപരിയായി ഇന്ന് രാത്രിയിൽ കൂടിയിരിക്കുന്ന സുവിശേഷ മഹായോഗത്തെ 2ാമത്തെ രാത്രിയിൽ അവൻ നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. 7 പൊൻ നിലവിളക്കുകൾക്ക് നടുവിൽ മാറത്ത പൊൻകച്ച കെട്ടിയവനായി ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ പേരാണ് ക്രിസ്തു അഥവാ അഭിഷിക്തൻ. നാളെകളിൽ യേശു ഭരിക്കാൻ വരും. ഏകചക്രാധിപതിയായി യേശു ഭരിക്കാൻ വരും. ആ യേശുവിൻ്റെ പേരാണ് കർത്താവ്. സ്വർഗത്തിൽ യേശുവിനെ ആരും യേശുവേ എന്ന് വിളിക്കാറില്ല, ആരും ക്രിസ്തുവേ എന്ന് വിളിക്കാറില്ല. സ്വർഗത്തിൽ യേശുവിനെ വിളിക്കുന്ന പേരാണ് കർത്താവ്. എൻ്റെ കർത്താവിനോട് ഈ ഭൂലോകത്തിലെ ഭൂതകാലങ്ങളിലെ യേശു, ഇന്ന് ജീവിച്ചിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ ക്രിസ്തു, വരാൻ പോകുന്ന കാലഘട്ടത്തിലെ കർത്താവ്, 3 കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി പ്രസന്റ് ചെയ്യുന്നത്. മറ്റൊരുത്തലിലും രക്ഷയില്ല. ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ആ നാമത്തിന്റെ പേരാണ് യേശു. തന്നെയാണ് ക്രിസ്തു. ക്രിസ്തു തന്നെയാണ് കർത്താവ്. കർത്താവ് തന്നെയാണ് യേശു. കരമടിച്ചു പറ, യേശു മാത്രം കർത്താവ്. ആ യേശു ഉയർത്ത സ്വർഗത്തിലേക്ക് പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന് 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷമല്ലേ നമുക്ക് വേണ്ടി? എന്താണ് ആ 3 കാര്യങ്ങൾ? നമ്പർ 1, ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. സ്തോത്രം. രണ്ടാമത്തേത് മധ്യസ്ഥത ചെയ്യുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. 3ാമത്തേത് ഒരു വീട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 3 നമുക്ക് വേണ്ടിയാണ് കേട്ടോ. ഇരിപ്പ് കണ്ടാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളായി പറയുന്നേ. നാളെ നമുക്ക് കർത്താവിൻ്റെ 2ാം വരവിലേക്ക് നമ്മൾ കടക്കണം. സ്തോത്രം. ഈ വീണ്ടും വരുന്ന കാര്യമാണല്ലോ. എനിക്കെൻ്റെ യേശുവിനെ പാടിയപ്പോൾ എൻ്റെ ഉള്ളം തുടിച്ചതാണ്. കാരണം ആ പാട്ട് പാടിയാൽ നിർത്താൻ തോന്നില്ല. ദർബാർ രാഗം, ആ രാഗത്തിലാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. അതങ്ങനെ എത്ര പാടിയാലും നിർത്താൻ നമുക്ക് തോന്നില്ല, അല്ലേ? അങ്ങനത്തെ ഒരു പാട്ടാണത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, യേശു സ്വർഗത്തിൽ പോയതുകൊണ്ട് എനിക്ക് ലഭിച്ച, നിങ്ങൾക്ക് ലഭിച്ച, നമുക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. ചുമ്മാ ഒരു സ്തോത്രം പറയുന്നേ. പരിശുദ്ധാത്മ ലഭിച്ചെന്നൊക്കെ പറഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ഇരിപ്പ് കണ്ടു. സ്തോത്രം. നമ്മുടെ ആളുകളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയ ഘടകം അറിയാമല്ലോ. എന്തായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസാണ്.
പ്രസൻസാണ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ പരിശുദ്ധാത്മാവിലുള്ള നിറവിലുള്ള ആരാധനയും കാര്യങ്ങളുമൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രസക്തമായ കാര്യമെന്നുള്ളത്, ഇല്ലേ? ഒരു വെളിപ്പാട്, ഒരു ദർശനം, അതൊക്കെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യമായി സഭയിൽ ചൊല്ലുമ്പോൾ 2.25 സെൻറ്റിനകത്ത് 4 നെറ്റി കെട്ടിപ്പൊക്കി അതിനകത്ത് ഓല മെടഞ്ഞ ഒരു സഭാഹാളും നീട്ടിത്തുപ്പിയാൽ അടുത്ത പറമ്പിലേക്ക് ഉമിനീര് ചെന്ന് വീഴുന്ന സ്ഥലപരിമിതികളും ചാണകം മെഴുകിയ ഒരു തറയും ഒരു വശം പൊട്ടിയ തമ്പേറും അടിച്ച് അതിനകത്തിരുന്നാണ് ദൈവത്തെ ആരാധിച്ചത്. എൻ്റെ അപ്പൻ പറഞ്ഞു 1350 വീട്ടുകാരുള്ള അത്തിക്കാട്ട് പള്ളിയിൽ ഈ ചെക്കൻ്റെ തലയ്ക്ക് ഓളമാ. അവൻ ചെന്ന് പെട്ട ചർച്ച് കണ്ടോ? നമ്മുടെ ചർച്ചൊന്നും പറയാറില്ല, ഹോളെന്നാ പറയാറുള്ളത്. അതിനകത്തൊട്ടാ പോയത്. പക്ഷേ എന്താണ് അങ്ങനെ പോയെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ബെസ്റ്റ് സെമിത്തേരി കണ്ടതുകൊണ്ടല്ല, അമ്പര ചുംബിയായി നിൽക്കുന്ന ആരാധനാലയം അവിടെ ഇവിടെയും ഇല്ലാത്തത് കൊണ്ടല്ല, പട്ടും പവിത്രയും പത്രാസുമൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പത്രോസിനെ പോലെ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറി. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന ആ വെളിപ്പാട് അകത്ത് കയറിയത് കൊണ്ട് മാത്രമാ. പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടാ, ക്രിസ്തു തന്നെ സത്യതയും ഒരു വെളിപ്പാടാ, സഭ ഒരു വെളിപ്പാടാ, സ്വർഗം ഒരു വെളിപ്പാടാ, നരകം ഒരു വെളിപ്പാടാ, നിത്യത ഒരു വെളിപ്പാടാ, അന്യഭാഷ ഒരു വെളിപ്പാടാ, കൃപാവരം ഒരു വെളിപ്പാടാ. ഇന്ന് രാത്രിയിൽ വെളിവ് കെട്ടവരുടെ കൂട്ടമല്ല ഇത്, വെളിവ് കിട്ടിയവരുടെ കൂട്ടമാണെന്ന് പറയുമ്പോൾ അകത്തളത്തിൽ ഹൃദയം പ്രകാശിപ്പിക്കപ്പെട്ട ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം. നമ്മുടെ സഭകളിലൊക്കെ വന്ന് നല്ല ശക്തിയല്ലേ? എന്തിനാ ശക്തി വരുന്നേ? ശക്തി കിട്ടിയിട്ട് എൻ്റെ ആടുകൾ അകത്ത് വരുന്നു. എന്തിനകത്ത് വരുന്നേ? പുറത്ത് പോകാനുള്ള ഊർജത്തിന് വേണ്ടി അകത്ത് വരുന്നേ. ഇപ്പം പലരകത്ത് വരുന്നില്ലല്ലോ, ഇല്ലേ? ഇനി എന്തിനാ പുറത്തു പോകുന്നത്? എങ്ങോട്ടാ പുറത്തു പോകുന്നത്? മേച്ചിൽപ്പുറം. അപ്പം മേച്ചിൽപ്പുറത്ത് ആരാ ഉള്ളത്? വേറെ ആടുകളുണ്ടെന്ന്. അങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പം അടുത്ത ആഴ്ച വരുമ്പം ഈ ആടിൻ്റെ കൂടെ ആരും കൂടെ കാണും? വേറെ ആടും കൂടെ കാണുമെന്ന്. മനസ്സിലായോ? അപ്പോൾ ഓരോ സഭായോഗത്തിനും വരുമ്പം, ഓരോ ആരാധനയ്ക്കും വരുമ്പം ശക്തി ലഭിച്ചിട്ട് ആ ശക്തി പുറത്തോട് ചെലവഴിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയ്യിൽ ഒരാത്മാവിനെയും കൊണ്ട് വരണം. ആരോട് പറയാൻ? ആരോട് പറയാൻ? ഞാൻ ഈ കർത്തൃമേശയൊക്കെ നടത്തുമ്പോൾ സഭയിൽ ശക്തമായിട്ട് ഞാൻ സെക്കൻഡ് ഗെയിം ഞാൻ പറയും, ഈ കർത്തൃമേശ നടത്തുന്ന ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാം ഉപദേശിമാർക്ക് ഇവരല്ലേ ആത്മാക്കളെ നേടേണ്ടത്. ശരിയാ, ഞങ്ങളാ നേടേണ്ടത്. എന്നാലും നിങ്ങൾക്കും കൂടെ ഒരു ദൂതുണ്ടെന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ, അത് ഓർത്തോളണം. ഈ കർത്തൃമേശ കഴിയുമ്പം പാസ്റ്റർ പറയും, സഹോദരന്മാരെ പോകരുത്, കർത്തൃമേശയുടെ ബാക്കി ഇരിക്കുന്നുണ്ട്, അത് കഴിച്ചേച്ചും കൂടെ പോകണം. അങ്ങനെ പറയാറില്ലയോ? പറയാറുണ്ട്. അപ്പോൾ അവർ വന്നിച്ച് തിന്നുന്ന രംഗം കണ്ടോളണം കേട്ടോ. ഇങ്ങനെ കൈകുത്തി വെച്ചു, പാസ്റ്റർ അപ്പോൾ അടുത്ത ബുധനാഴ്ച എവിടെ കുടുംബയോഗം? അപ്പം ആദ്യം തന്നെ അറിയുമോ? അപ്പം ഒന്നെടുത്തവൻ, അപ്പം അന്നേരം മുട്ടുകുത്തിന്ന് വൈപ്പറൊക്കെ ഇട്ട് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഒരല്പം നുള്ളിയെടുത്ത് ഭയങ്കര പക്വതയോടെ കഴിച്ച ഈ പാർട്ടി അതങ്ങോട്ട് കഴിഞ്ഞപ്പം പോകുന്ന സമയത്ത് ഇത് ഇറങ്ങിപ്പോകാത്തതുകൊണ്ട് പിന്നെ ഈ കൊളകൊളാന്ന് പറഞ്ഞ് വീഞ്ഞും കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലയോ? അന്നേരം അറിയുമ്പോൾ വീട് വരെ ചെല്ലുമ്പോഴേക്കും 1-2 മണിക്കൂറും കൂടെ പിടിക്കപ്പോൾ അവിടം വരെ ഒരു തടയണ കിടന്നോട്ടെന്നും പറഞ്ഞ് ഈ കഴിക്കുന്നത്. അവരോടാണ് ആദ്യത്തെ ദൂത്, കയറി പിടിച്ചോളണം കേട്ടോ. ഈ കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കർത്തൃമേശയുടെ ബാക്കി നിങ്ങൾ ആരുടെയാ തിന്നുന്നവല്ല അറിയാമോ? നിങ്ങളുടെ വീതം നിങ്ങൾ ആദ്യം തിന്നു. ഓക്കെ, നിങ്ങളുടെ വീതം ആദ്യം തിന്നു. ഇനി അവസാനം പാസ് പറയാ, മേശമേൽ അപ്പവിഞ്ഞുണ്ട്. ഇത് ആരുടെയാ? നാട്ടുകാരുടെ. അപ്പം ഇപ്പം ഈ തിന്നുന്ന ആരെയാന്ന് മനസ്സിലായി? ഇതായിരുന്നു നാട്ടുകാരുടെ. അതുകൊണ്ട് ഈ ബാക്കി തിന്നുന്നവരാണ് നാട്ടുകാരെ കൊണ്ടുവരേണ്ടത്. ഒരു സ്വത്തം പറ. കണ്ടോ, ഞാനിത് പറഞ്ഞ ശേഷം ഒറ്റ സെക്രട്ടറിമാരും തിന്നാൻ വന്നിട്ടില്ല പാസ്സേ. ഇന്ന് വരെ സഭയിലുള്ള ഒറ്റയാളും പിറ്റത്താഴ്ച പോലെ സഹോദരന്മാരെ ബാക്കി ഞാനില്ല പാസ് തന്നെ അനുഭവിച്ചോളാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബാക്കി കർത്തൃമേശയുടെ ബാക്കി തിന്നുന്നവരാണ്. എത്ര പേരുടെ തിന്നുന്നോ അത്രയും ആത്മാക്കളെ കൊണ്ടുവരണം. ഈ ദൂത് ഏറ്റെടുത്തവർ മാത്രം സ്വത്രം പറ. മിക്കവാറും മുഴുവൻ അപ്പോൾ വീഞ്ഞും പാസ് തന്നെ കുടിക്കേണ്ടി വരും. സ്വത്രം മക്കളെ. അപ്പം എന്താ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ശക്തിയോടെ സുവിശേഷം പറയാനാ. എന്നാ കാര്യം അറിയാമോ? നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുന്ന ഒരിടത്ത് ചിലപ്പം നമ്മളെക്കാൾ വലിയവൻ അവൻ്റെ അകത്ത് കിടപ്പുണ്ടാവൂന്നേ. ചിലപ്പോൾ ഗജരദേശത്തെ ഭൂതമാണെങ്കിലോ, ചിലപ്പോൾ രോഗമാണെങ്കിലോ,
അപ്പം നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ നമ്മുടെ ശക്തി, അവൻ്റെ അകത്ത് കിടക്കുന്നവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്ത് വേണം. എന്നാലേ അധികാരത്തോടെ വല്ലതൊക്കെ കൈവെക്കാൻ ഒക്കത്തുള്ളത്. കൈവെക്കാനുള്ള കൃപ ഇല്ലേലും നിന്റെ മുമ്പിലൊന്ന് വെളിപ്പെട്ടാൽ നിന്നെ വെറുതെ ദൈവം വിടത്തില്ല. അങ്ങോട്ട് വെക്കാനുള്ള കൃപ ദൈവം തന്നേച്ചേ വിടത്തുള്ളെന്ന് അവിടെ ഓർത്തോളം. ലോകത്തിൽ ഏതൊരുവരോടും പറയാൻ കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ അകത്ത് ദൈവം പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞാൽ ഞാൻ ഭ്രാന്ത് പിടിച്ചവന്നല്ലേ പറയുന്നത്. അങ്ങനല്ലേ? അങ്ങനെ പൗലോസിനെ പോലെ ഭ്രാന്തൻ ആരാ ഉള്ളതില്ലേ? ഇല്ലേ? നമ്മളൊക്കെ ആരാണ് വാസ്തവത്തിൽ? ഭ്രാന്ത് പിടിച്ചവർ. നമ്മുടെ മട്ടുമാതിരിയും കണ്ട ഒരു അരവട്ടുണ്ടെന്ന് തോന്നുമെങ്കിലും അരവട്ട് പോരാ, മുഴുവൻ വട്ടം വേണം. എന്തിനാ? സുവിശേഷ വേലയിൽ. സ്തോത്രം. അതുകൊണ്ട് ഈ സുവിശേഷം പറയാനാണ് മക്കളെ പരിശുദ്ധാത്മാവിനെ തന്നത്.